ഇന്ത്യൻ ക്രിക്കറ്റിൽ കഴിഞ്ഞ കുറേ നാളുകളായി ചർച്ചാ വിഷയം ഒരു താരത്തോട് സെലക്ഷൻ കമ്മിറ്റി കാണിക്കുന്ന അനീതിയാണ്. മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ ദക്ഷിണാഫ്രിക്കയുമായി ഈ മാസം തുടങ്ങാനിരിക്കുന്ന ഏകദിന പരമ്പരയിൽ നിന്നും സഞ്ജുവിനെ ഒഴിവാക്കിയ തീരുമാനം വീണ്ടും വിവാദ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചിരിക്കുകയാണ്. പരിക്കേറ്റ ശ്രേയസ് അയ്യർക്ക് പകരക്കാരനായി സഞ്ജുവിനെ പരിഗണിക്കുന്നുവെന്ന പ്രതീക്ഷകൾ അസ്ഥാനത്താക്കിയ അജിത് അഗാർക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റിക്കെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ബാറ്റ്സ്മാൻ എസ് ബദ്രിനാഥ്. ഒരു ദേശീയ ചാനലിലെ പരിപാടിയിൽ സംസാരിക്കവേ സഞ്ജുവിന്റെ തുടർച്ചയായ അവഗണനയിൽ തനിക്ക് വലിയ വിഷമമുണ്ടെന്നും അദ്ദേഹം ചെയ്ത തെറ്റ് എന്താണെന്ന് മനസ്സിലാകുന്നില്ലെന്നും ബദ്രിനാഥ് രോഷത്തോടെ പറഞ്ഞു. സെലക്ടർമാരുടെ ഈ പൊരുത്തമില്ലാത്ത തീരുമാനത്തിന് പിന്നിൽ എന്ത് യുക്തിയാണെന്നും അദ്ദേഹം ചോദ്യം ചെയ്യുന്നു. സഞ്ജു സാംസനെ തഴഞ്ഞതിലെ പ്രധാന ന്യായമില്ലായ്മ അദ്ദേഹത്തിന്റെ കഴിഞ്ഞകാല ഏകദിന പ്രകടനങ്ങളാണ്. പരിമിത ഓവർ ക്രിക്കറ്റിൽ ലഭിച്ച തുച്ഛമായ അവസരങ്ങളിൽ പോലും സഞ്ജു കാഴ്ചവെച്ച സ്ഥിരത മറ്റ് മധ്യനിര ബാറ്റ്സ്മാൻമാരെക്കാൾ മികച്ചതാണ്. 2023 ഇന്ത്യക്കായി കളിച്ച അവസാന ഏകദിന മത്സരത്തിൽ സഞ്ജു സെഞ്ചുറി നേടിയിരുന്നു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ തന്നെയായിരുന്നു ആ പ്രകടനം എന്നതും ശ്രദ്ധേയമാണ്. നിർണായകമായ ഒരു പരമ്പരയ്ക്ക് മുമ്പ് അതേ എതിരാളികൾക്കെതിരെ മികച്ച പ്രകടനം നടത്തിയ താരത്തെ ഒഴിവാക്കുന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഏകദിന ക്രിക്കറ്റിൽ സഞ്ജു കാത്തു സൂക്ഷിക്കുന്ന ബാറ്റിംഗ് ശരാശരി 56-ന് അടുത്താണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പ്രത്യേകിച്ച് മധ്യനിരയിൽ ഇത്തരം ഉയർന്ന ശരാശരി നിലനിർത്തുന്ന കളിക്കാർക്ക് സാധാരണയായി ടീമിൽ സ്ഥിരമായ സ്ഥാനം ലഭിക്കാറുണ്ട്. എന്നിട്ട് സഞ്ജു തഴയപ്പെടുന്നത് എന്തിനാണെന്ന് ബദ്രിനാഥ് തുറന്നടിച്ചു. അവസാനമായി കളിച്ച ഏകദിനത്തിൽ സെഞ്ചുറി അടിച്ചതാണോ അദ്ദേഹത്തിന്റെ തെറ്റ്? ഏകദിനത്തിൽ 56 ശരാശരി ഉള്ളതും സഞ്ജുവിന്റെ തെറ്റാണോ? സഞ്ജുവിനെ ഒഴിവാക്കിയതിനേക്കാൾ അദ്ദേഹത്തിന് പകരം ധ്രുവ് ജുറേലിനെ ടീമിലെടുത്ത തീരുമാനമാണ് ബദ്രിനാഥിനെ കൂടുതൽ ചൊടിപ്പിച്ചത്. ധ്രുവ് ജുറേൽ എങ്ങനെയാണ് ഇതിനിടയിലൂടെ ടീമിലേക്ക് വന്നത്? ഏകദിനത്തിൽ നേരത്തെ ഇന്ത്യക്കായി കളിച്ച് മികച്ച പ്രകടനം നടത്തിയിട്ടുള്ളയാളാണോ അദ്ദേഹം? ബദ്രിനാഥ് ചോദിക്കുന്നു. ഏകദിന ഫോർമാറ്റിൽ കാര്യമായി അന്താരാഷ്ട്ര അനുഭവം ഇല്ലാത്ത, അല്ലെങ്കിൽ സഞ്ജുവിനെ പോലെ അവസരം ലഭിക്കുമ്പോൾ മികച്ച പ്രകടനം നടത്തിയ ചരിത്രമില്ലാത്തൊരു യുവതാരത്തെ സീനിയർ താരത്തിന് മുകളിൽ പരിഗണിക്കുന്നത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹം ചോദ്യം ചെയ്യുന്നു. ഋഷഭ് പന്ത് ഒരു തർക്കവിഷയമല്ല. ഋഷഭ് പന്തിനെ ടീമിൽ ഉൾപ്പെടുത്തിയതിനെ ബദ്രിനാഥ് പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുണ്ട്. പന്തിന്റെ കഴിവുകളിലും അദ്ദേഹം ഒരു ഓൾ ഫോർമാറ്റ് പ്ലെയറായി ടീമിൽ ഉണ്ടാകുമെന്നതിലും തനിക്ക് വിശ്വാസമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിനാൽ പന്തിനെതിരെയല്ല, മറിച്ച് അവസരം നിഷേധിക്കപ്പെട്ട സഞ്ജുവിന് പകരമായി ജുറേലിനെ പരിഗണിച്ചതിലാണ് അദ്ദേഹത്തിന്റെ വിമർശനം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. സെലക്ടർമാർ സ്ഥിരമായി പ്രകടനത്തിന്റെ മാനദണ്ഡം മാറ്റിക്കൊണ്ടിരിക്കുന്നുവെന്ന ആരോപണത്തിന് ബലം നൽകുന്നതാണ് ഈ സെലക്ഷൻ. മികച്ച ശരാശരിയും അവസാന മത്സരത്തിൽ സെഞ്ചുറിയും നേടിയ ഒരു താരത്തെ ഒഴിവാക്കി അനുഭവപരിചയം കുറഞ്ഞ മറ്റൊരു താരത്തെ ഉൾപ്പെടുത്തിയതിന്റെ യുക്തി ക്രിക്കറ്റ് ലോകത്തിന് മനസ്സിലാകുന്നില്ല. സഞ്ജുവിനോടുള്ള ഈ അവഗണനയിൽ താൻ വ്യക്തിപരമായി വിഷമിക്കുന്നതിന്റെ കാരണം ബദ്രിനാഥ് പങ്കുവച്ചു. താനും തന്റെ കരിയറിന്റെ പല ഘട്ടങ്ങളിലും സഞ്ജു സാംസൺ ഇന്ന് നേരിടുന്നതിന് സമാനമായ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ട്. സഞ്ജു ഇപ്പോഴുള്ള അതേ അവസ്ഥയാണ് എനിക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ളത്. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ മാനസിക അവസ്ഥയെക്കുറിച്ച് എനിക്ക് നന്നായി മനസ്സിലാകും. ബദ്രിനാഥ് കളിച്ചിരുന്ന കാലത്ത് സോഷ്യൽ മീഡിയയുടെ പ്രചാരം കുറവായിരുന്നു. ടീം പ്രഖ്യാപനം ടിവിയിലൂടെ അറിയുമ്പോൾ ലിസ്റ്റിൽ പേരില്ലെന്ന് കണ്ടാൽ മാനസികമായി തകർന്നു പോകുമായിരുന്നു. സഞ്ജുവിന്റെ അവസ്ഥയും ഇതുതന്നെ ആയിരിക്കുമെന്നും അദ്ദേഹം നിരാശയോടെ പറയുന്നു. തഴയപ്പെടലിന് വ്യക്തമായ കാരണം ലഭിക്കാതെ വരുമ്പോൾ ഒരു കളിക്കാരൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷം വളരെ വലുതാണ്. എന്തുകൊണ്ടാണ് സെലക്ടർമാർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല. ഈ വിഷയത്തിൽ ഒരു ഉത്തരം കണ്ടെത്താൻ ഞാൻ ബുദ്ധിമുട്ടുകയാണ് എന്ന ബദ്രിനാഥിന്റെ വാക്കുകൾ സഞ്ജുവിന്റെ അവസ്ഥയിൽ സഹാനുഭൂതി പ്രകടിപ്പിക്കുന്നു. സഞ്ജുവിനെ സ്ഥിരമായി പുറത്തിരുത്തുന്നതിലൂടെ സെലക്ഷൻ കമ്മിറ്റി എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഒരുപക്ഷെ ധ്രുവ് ജുറേലിനെ ടീമിലെടുത്ത് അവസരം നൽകുന്നത് ഭാവിയിലേക്കുള്ള നിക്ഷേപമായി സെലക്ടർമാർ കരുതുന്നുണ്ടാകാം. എങ്കിലും മികച്ച പ്രകടനം നടത്തി കാത്തിരിക്കുന്ന താരത്തെ അവഗണിച്ചുകൊണ്ട് പെട്ടെന്ന് പുതിയ താരങ്ങളെ കൊണ്ടുവരുന്നത് ടീമിലെ ആരോഗ്യപരമായ മത്സരത്തെ ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട്. സഞ്ജുവിന് ലഭിച്ച അവസരങ്ങൾ വളരെ കുറവായിരുന്നു. സ്ഥിരമായി ഓരോ പൊസിഷനിൽ കളിക്കാൻ അവസരം ലഭിച്ചില്ല. എന്നിട്ടും അദ്ദേഹം മികച്ച ശരാശരി നിലനിർത്തി. അവസരങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ കളിക്കാർക്ക് എങ്ങനെ സ്ഥിരത തെളിയിക്കാൻ സാധിക്കുമെന്ന ചോദ്യം ക്രിക്കറ്റ് ലോകം ഉയർത്തുന്നുമുണ്ട്. ബദ്രിനാഥിനെ പോലെ ഒരു മുൻ താരം പരസ്യമായി രംഗത്ത് വന്ന് വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് സെലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്ന പൊതുബോധം ശക്തിപ്പെടുത്തുന്നു. സഞ്ജു എന്ന പ്രതിഭയ്ക്ക് വീണ്ടും അവസരം നിഷേധിക്കപ്പെട്ടത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ സെലക്ഷൻ രീതികളിലെ സുതാര്യതയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും തിരികൊളുത്തിയിരിക്കുകയാണ്.